കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 5.0. ലേൺവൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 5.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. 75 92 93 96 16 എന്നതാണ് നമ്പർ. അപ്പോൾ വരുന്ന ഇഗ്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. ഹായ് ഓൾ, വെൽക്കം ടു ലേൺവൈസ്. ലേൺവൈസ് സക്സസ്ഫുള്ളി കണ്ടക്ട് ചെയ്യുന്ന ഒരു സെഷനാണ് ഇഗ്നോ ഫോക്കസ് 5.0 എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഇന്നിവിടെ നോക്കുന്നത് പാസ്റ്റ് 5 ഇയേഴ്സിലെ ക്വസ്റ്റ്യൻ പേപ്പർ ബേസിലും അതുപോലെ തന്നെ നമ്മുടെ എൻറ്റയർ സിലബസിന്റെ ഒരു ഇവാലുവേഷനുമാണ്. അതായത് നമ്മളെല്ലാവരും ഡിസംബർ TE എക്സാമിന് വേണ്ടി ഓൾമോസ്റ്റ് പ്രിപ്പയർ ആയിരിക്കുന്നവരാണ്. അപ്പം നമുക്കിനി വേണ്ടത് ഒരു സ്മാർട്ട് വർക്കാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ പാസ്റ്റ് 5 ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ റിപ്പീറ്റഡ്ലി ചോദിച്ചിട്ടുള്ള കാര്യങ്ങളും ഏത് ബ്ലോക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പേപ്പർ MMPC 006 MBAയുടെ മാർക്കറ്റിംഗ് മാനേജ്മെന്റ് എന്ന് പറയുന്ന പേപ്പറാണ്. ഇതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടിലേക്ക് പോവുകയാണെങ്കിൽ നമ്മുടെ 2021 മുതൽ 2025 വരെയുള്ള പാസ്റ്റ് 5 ഇയേഴ്സ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ബേസിലാണ് നമ്മൾ ഇന്നിവിടെ ഈ PPT തയ്യാറാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ഏതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുറച്ചും കൂടി കൂടുതൽ പഠിക്കേണ്ട ബ്ലോക്ക്, അതുപോലെ തന്നെ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. കൂടാതെ നമ്മളെല്ലാവരും എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തിരിക്കുന്നവരാണ്. നമ്മൾ ഓൾറെഡി നമ്മുടെ റെക്കോർഡ് വീഡിയോസും അതുപോലെ തന്നെ ലൈവ് റിവിഷൻ ക്ലാസ്സും അതുപോലെ തന്നെ മോഡൽ എക്സാംസും എക്സാം സ്പെഷ്യൽ ലൈവും എല്ലാം അറ്റൻഡ് ചെയ്തവരാണ്. അപ്പോൾ നമുക്ക് ഇനി വേണ്ടത് എന്താണ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്കൊരു സ്മാർട്ട് വർക്കാണ്. അതായത് നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെ ഒന്നും കൂടി ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി നമ്മൾ എന്ത് ചെയ്യുക, കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ബ്ലോക്ക് ഏതാണ്, ഈ ലാസ്റ്റ് ടൈമിൽ നമ്മൾ കുറച്ചും കൂടി നോക്കേണ്ട ടോപ്പിക്സ്, നമ്മൾ പഠിച്ചതിൽ തന്നെ കുറച്ചും കൂടി ആഡ് ഓൺ ചെയ്യേണ്ട പോയിന്റ്സ് ഏതൊക്കെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നിവിടെ നോക്കുന്നത്. നമ്മൾ ഫസ്റ്റ് പോകുന്നത് സിലബസ് മാപ്പിംഗിലോട്ടാണ്. അതായത് നമുക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ബ്ലോക്ക് ഏതാണ്, യൂണിറ്റ് ഏതാണ്, അതിലെ ടോപ്പിക്സ് ഏതാണ്, അതിന്റെ മീഡിയം അതുപോലെ തന്നെ ഹൈ ലോ ഫ്രീക്വൻസി എന്താണ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ സിലബസ് മാപ്പിംഗിലൂടെ നോക്കുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ എക്സാം പാറ്റേൺ എങ്ങനെയാണ്, അതായത് ക്വസ്റ്റ്യൻസിന്റെ ട്രെൻഡ് എങ്ങനെയാണ്, അതുപോലെ തന്നെ നമ്മൾ 3 hours എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് റിപ്പീറ്റഡ്ലി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അതായത് നമ്മൾ 2021 മുതൽ 25 വരെയുള്ള പാസ്റ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുന്ന സമയത്ത് അതിൽ ഒരു 10 ടൈംസ് അല്ലെങ്കിൽ ഒരു 5 ടൈംസ് അല്ലെങ്കിൽ 2 ടൈംസ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതാണെന്നുള്ളത് നമ്മൾ നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ ടോപ്പിക്കിന്റെ പ്രോബബിലിറ്റി പ്രെഡിക്ഷനും ഈ ഡിസംബർ 2025 TE എക്സാമിന് വരാൻ ചാൻസ് ഉള്ള ഒരു പ്രോബബിലിറ്റി ഉള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്, ടോപ്പിക്സ് ഏതൊക്കെയാണ് എന്നുള്ളതും നമ്മൾ നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെ നമ്മൾ നോക്കുന്നത് ഒരു മോക്ക് പ്രെഡിക്റ്റീവ് പേപ്പറാണ്. അതായത് ഇതിന്റെ ലാസ്റ്റ്, അതായത് ഈ സെഷൻ കഴിയുന്നതിന്റെ ലാസ്റ്റ് നമ്മൾ നിങ്ങൾക്കായിട്ട് ലേൺവൈസ് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ ആൻസേഴ്സ് നമ്മുടെ ലേൺവൈസിന്റെ ലേണേഴ്സിന് നമ്മുടെ ആപ്പിൽ തന്നെ അവൈലബിൾ ആയിരിക്കും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ക്വസ്റ്റ്യൻസും ഒന്ന് ഗോ ത്രൂ ചെയ്യുക, അതിന്റെ ആൻസേഴ്സിലൂടെയും ഒന്ന് ഗോ ത്രൂ ചെയ്യുക. അതുപോലെ തന്നെ ഇതിന്റെ മോഡൽ ആൻസേഴ്സ് ആൻഡ് മാർക്കിംഗ് സ്കീം എങ്ങനെയാണ്, നമ്മുടെ ഈ പാസ്റ്റ് 5 ഇയേഴ്സിൽ ഓരോരോ ബ്ലോക്കിൽ നിന്നും എത്രമാത്രം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് എത്ര, 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് അങ്ങനെയാണെങ്കിൽ എത്ര, എങ്ങനെയാണ് മാർക്കിംഗ് സ്കീം വന്നത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഫസ്റ്റ് പോകുന്നത് സിലബസ് മാപ്പിംഗിലോട്ടാണ്. അതായത് ഓരോരോ ബ്ലോക്കിലും ഓരോരോ യൂണിറ്റിലും ഓരോരോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് ഏതാണ്, അതുപോലെ തന്നെ അതിന്റെ അപ്പിയറൻസ്, അതായത് എത്ര പ്രാവശ്യം അത് വന്നിട്ടുണ്ട്, നമ്മൾ 5 ഇയേഴ്സ് എടുക്കുകയാണെങ്കിൽ ആ 5 ഇയേഴ്സിൽ എത്ര പ്രാവശ്യം റിപ്പീറ്റഡ്ലി വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ അതിന്റെ റിലവൻസ് ഹൈ ആണോ, മീഡിയം ആണോ, ലോ ആണോ എന്നുള്ളതും നമ്മൾ നോക്കുന്നുണ്ട്. ഫസ്റ്റ് നോക്കുന്നത് ബ്ലോക്ക് 1 ഇൻട്രൊഡക്ഷൻ ടു മാർക്കറ്റിംഗിൽ യൂണിറ്റ് 1 മാർക്കറ്റിംഗ് കൺസെപ്റ്റ് ആൻഡ് 4 P's ആൻഡ് 4 A's ആൻഡ് സ്ട്രാറ്റജി മിക്സ്. അത് 14 ടൈമാണ് അപ്പിയർ ചെയ്തിരിക്കുന്നത്, ഹൈ റിലവൻ്റ് ആണ്. ദെൻ യൂണിറ്റ് 2 മാർക്കറ്റിംഗ് എൻവയോൺമെന്റ് റിസർച്ച് 11 ടൈംസ് ആണ് അപ്പിയർ ചെയ്തിരിക്കുന്നത്, റിലവൻസ് ഹൈ ആണ്. ദെൻ യൂണിറ്റ് 3 സെഗ്മെന്റേഷൻ, ടാർഗറ്റിംഗ് ആൻഡ് പൊസിഷനിങ് 13 ടൈംസ് ആണ് അപ്പിയർ ചെയ്തിരിക്കുന്നത്, റിലവൻസ് ഹൈ ആണ്. ദെൻ യൂണിറ്റ് 4 കൺസ്യൂമർ ബിഹേവിയർ ആൻഡ് ഡിസിഷൻ പ്രോസസ് 12 ടൈമാണ് അപ്പിയർ ചെയ്തിരിക്കുന്നത്, റിലവൻസും ഹൈ ആണ്. ഇനി ബ്ലോക്ക് 2 പ്രോഡക്റ്റ് ആൻഡ് പ്രൈസിംഗ് ഡിസിഷൻ
യൂണിറ്റ് 5 പ്രോഡക്റ്റ് കൺസെപ്റ്റ് അലൈൻ ആൻഡ് മിക്സ് ഡിസിഷൻ 9 ടൈംസ് ആണ് അപ്പിയർ ചെയ്തിരിക്കുന്നത്. അതിന്റെ റിലവൻസ് മീഡിയം ആണ്. ദെൻ യൂണിറ്റ് 6 ബ്രാൻഡിംഗ് ആൻഡ് പാക്കേജിംഗ് 10 ടൈംസ് ആണ് അപ്പിയർ ചെയ്തിരിക്കുന്നത്. അതിൻ്റെത് ഹൈ ആണ്. യൂണിറ്റ് 7 പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ ആൻഡ് ന്യൂ പ്രോഡക്റ്റ് ഡെവലപ്മെന്റ് 8 ടൈംസ് ആണ് അപ്പിയർ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ അതിന്റെ റിലവൻസ് മീഡിയം ആണ്. ദെൻ യൂണിറ്റ് 8 പ്രൈസിംഗ് സ്ട്രാറ്റജീസ് ആൻഡ് പോളിസീസ് 11 ടൈംസ് ആണ് അപ്പിയർ ചെയ്തിരിക്കുന്നത്. റിലവൻസ് ഹൈ ആണ്. ദെൻ ബ്ലോക്ക് 3 ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് പ്രൊമോഷൻ യൂണിറ്റ് 9 ഇന്റഗ്രേറ്റഡ് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ 10 ടൈംസ് ആണ് അപ്പിയർ ചെയ്തിരിക്കുന്നത്. റിലവൻസ് ഹൈ ആണ്. ദെൻ യൂണിറ്റ് 10 അഡ്വർടൈസിംഗ് ആൻഡ് സെയിൽസ് പ്രൊമോഷൻ 13 ടൈംസ് ആണ് അപ്പിയർ ചെയ്തിരിക്കുന്നത്. റിലവൻസ് ഹൈ ആണ്. ദെൻ യൂണിറ്റ് 11 പേഴ്സണൽ സെല്ലിംഗ് ആൻഡ് സെയിൽസ് ഫോഴ്സ് മാനേജ്മെന്റ് 7 ടൈംസ് ആണ് അപ്പിയർ ചെയ്തിരിക്കുന്നത്. അതിന്റെ റിലവൻസ് മീഡിയം ആണ്. ദെൻ യൂണിറ്റ് 12 ചാനൽസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ മാനേജ്മെന്റ് 8 ടൈം ആണ് അപ്പിയർ ചെയ്തിരിക്കുന്നത്. അതിന്റെ റിലവൻസും മീഡിയം ആണ്. ദെൻ ബ്ലോക്ക് 4 സ്ട്രക്ചറൽ ആൻഡ് എമർജിംഗ് ഇഷ്യൂസ് യൂണിറ്റ് 13 സർവീസ് മാർക്കറ്റിംഗ് ആൻഡ് 7 Ps 9 ടൈം ആണ് അപ്പിയർ ചെയ്തിരിക്കുന്നത്. റിലവൻസ് മീഡിയം ആണ്. ദെൻ യൂണിറ്റ് 14 ഡിജിറ്റൽ മാർക്കറ്റിംഗ് പുൾ വേഴ്സസ് പുഷ് ട്രെൻഡ്സ് 12 ടൈം ആണ് അപ്പിയർ ചെയ്തിരിക്കുന്നത്. റിലവൻസ് ഹൈ ആണ്. ദെൻ യൂണിറ്റ് 15 എമർജിംഗ് ഇഷ്യൂസ് റൂറൽ ഗ്രീൻ ആൻഡ് CRM 10 ടൈം ആണ് അപ്പിയർ ചെയ്തിരിക്കുന്നത്. റിലവൻസ് ഹൈ ആണ്. നമ്മൾ പറഞ്ഞു ഹൈ ലോ മീഡിയം ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 10 ആണെങ്കിൽ അത് ഹൈ കാറ്റഗറിയിലും, അതുപോലെ തന്നെ 5 to 9 ആണെങ്കിൽ അതിന്റെ മീഡിയം റിലവൻസും, അതുപോലെ തന്നെ ലെസ് ദാൻ 5 ആണെങ്കിൽ അത് ലോ കാറ്റഗറിയിലുമാണ് വരുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് അതിന്റെ തന്നെ ഒരു ബാർ ചാർട്ട് ആണ്. നമ്മളിപ്പോൾ പറഞ്ഞത് പ്രകാരം ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഈ ബാർ ചാർട്ട് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. 2021 മുതൽ 25 വരെയുള്ള നോക്കുന്ന സമയത്ത് ബ്ലോക്ക് 1 നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. അപ്പം നമ്മൾ പഠിക്കുന്ന സമയത്ത് കുറച്ചും കൂടി ഫോക്കസ് ചെയ്യുക ബ്ലോക്ക് 1, അതുപോലെ തന്നെ ബ്ലോക്ക് 3, അത് കഴിഞ്ഞാൽ ബ്ലോക്ക് 2, ദെൻ ബ്ലോക്ക് 4. ഇത്രയാണ് നമ്മുടെ ബ്ലോക്കിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. അതായത് പേപ്പർ വൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ പാസ്റ്റ് 5 ഇയേഴ്സിൽ നമ്മളിപ്പോൾ പഠിച്ചത് തന്നെ നമ്മളൊന്ന് റിവൈസ് ചെയ്യുന്ന സമയത്ത് കൂടുതൽ സ്ട്രെസ് ഓൺ ചെയ്യുക, ഒന്നും കൂടി റിവൈസ് ചെയ്യുക. ബ്ലോക്ക് 1, അതിനുശേഷം ബ്ലോക്ക് 3, ദെൻ ബ്ലോക്ക് 2, ദെൻ ബ്ലോക്ക് 4. അതിന്റെ തന്നെ ഒരു ഹീറ്റ് മാപ്പ് സമ്മറിയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമ്മുടെ പാസ്റ്റ് 5 ഇയേഴ്സിന്റെ 2021 മുതൽ 25 വരെയുള്ള നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യം തന്നെയാണ്. അതിന്റെ ഒരു ഹീറ്റ് മാപ്പ് സമ്മറിയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ നോക്കുന്നത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട ടോപ്പിക്സ് ഏതൊക്കെയാണ് എന്നുള്ളതാണ്. അതായത് ഹൈ ഈൽഡ് ടോപ്പിക് ഏതാണ് എന്നുള്ളതാണ്. ഫസ്റ്റ് എന്ന് പറയുന്നത് STP, അതായത് S ഫോർ സെഗ്മെന്റേഷൻ, T ഫോർ ടാർഗറ്റിംഗ് ആൻഡ് P ഫോർ പൊസിഷനിങ്. ഇത് നമുക്ക് എന്താ പറയണ്ടേ സ്ഥിരമായിട്ട് ഒന്ന് ചോദിച്ചു വരുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ഇത് മൂന്നും കമ്പൈൻ ചെയ്തിട്ട് ചോദിക്കാറുണ്ട്. അതായത് പ്രൊഡക്റ്റ് പൊസിഷനിങ് ആൻഡ് മാർക്കറ്റ് സെലക്ഷൻ, അതുപോലെ തന്നെ കേസ് സ്റ്റഡീസ് ഒക്കെ വരുമ്പോൾ നമുക്ക് ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എഴുതാൻ പറ്റുന്ന കേസ് സ്റ്റഡീസും കാര്യങ്ങളൊക്കെ ആയിരിക്കും വരുന്നത്. അപ്പൊ ആ ഒരു സെഗ്മെന്റ് നല്ലപോലെ നോക്കുക. അതുപോലെ തന്നെ ഡിജിറ്റൽ ആൻഡ് ഇന്റഗ്രേറ്റഡ് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ, ഇതും ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചു കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ മൂന്നാമത്തെ ടോപ്പിക് എന്ന് പറയുന്നത് കൺസ്യൂമർ ബിഹേവിയർ ആൻഡ് മാർക്കറ്റിംഗ് എൻവയോൺമെന്റ്. ഇതും എന്താ പറയണ്ട ഒരു ഫ്രീക്വന്റ് ആയിട്ട് ഹൈ ഹീൽഡ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഈ മൂന്നും എന്ന് പറയുന്നത്. അപ്പൊ ഈ 3 ടോപ്പിക്കും നിങ്ങൾ എന്ത് ചെയ്യുക, അത്ര പോലെ തന്നെ ഇമ്പോർട്ടൻസ് കൊടുത്ത് ഒന്നും കൂടി ഒന്ന് റിവൈൻഡ് ചെയ്യുക. ഇനി നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ് എക്സാം പാറ്റേൺ എന്നുള്ളതാണ്. അതായത് നമുക്കൊരു 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ വന്നാൽ 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ അപ്രോക്സിമേറ്റ് എത്ര എഴുതണം, അതുപോലെ തന്നെ എത്രയാണ് നമ്മുടെ വേർഡ്സിന്റെ ലെങ്ത്, അതുപോലെ തന്നെ അതിന്റെ ഫ്രീക്വൻസി എങ്ങനെയാണ്, ഹൈ ആണോ ലോ ആണോ, അതാണ് നമ്മൾ നോക്കുന്നത്. അതായത് 2021 മുതൽ 25 വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു കോംപ്രിഹെൻസീവ് എക്സാം പാറ്റേൺ ആണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് എന്ന് പറയുന്നത് ലോങ് എസ്സേ അല്ലെങ്കിൽ അനലിറ്റിക്കൽ ഓർ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് നമുക്ക് വരുന്ന സമയത്ത് ഒരു 15 to 20 മാർക്കിന്റെ കാര്യങ്ങളാണ് എസ്സേയിൽ വരുന്നത് എങ്കിൽ നമുക്ക് ഒരു 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഒരു 15 to 20 മാർക്കിനിടയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നതെങ്കിൽ നമ്മൾ അതിൽ 400 to 600 വേർഡ്സ് എങ്കിലും എഴുതിയിട്ടുണ്ടാവണം. അതുപോലെ തന്നെ അതിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് വെരി ഹൈ ആണ്. അതുപോലെ തന്നെ ഇനി നമുക്ക് ഷോർട്ട് നോട്ടോ അല്ലെങ്കിൽ കൺസെപ്റ്റ് ഡെഫിനിഷൻ അങ്ങനെയുള്ളത് ഒരു 5 to 10 മാർക്കിനാണ് വരുന്നതെങ്കിൽ 120 to 200 വേർഡ്സ് ആണ്. അതുപോലെ തന്നെ ഫ്രീക്വൻസി ഹൈ ആണ്. ദെൻ അപ്ലൈഡ് കേസസിൽ കമ്പൽസറി സെക്ഷൻ ആണ് നമുക്ക് ബി എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എ പാർട്ടും ബി പാർട്ടും ഉണ്ടാവും. അതിൽ ബി എന്ന് പറയുന്നത് കമ്പൽസറി സെക്ഷൻ ആണ്. 30 to 40 മാർക്കിന് നമുക്ക് ചോദിക്കാം. അപ്പൊ നമ്മൾ 600 to 800 വേർഡ്സ് നമ്മൾ ടോട്ടൽ എഴുതിയിട്ടുണ്ടാണ്. റിലവൻസ് അതായത് അതിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നതും ഹൈ ആണ്.
ദെൻ കമ്പാരറ്റീവ് ഓർ ഡിസ്റ്റിങ്ഷൻ ക്വസ്റ്റ്യൻസ്, അതായത് ഡിഫറൻസസ് വരുന്ന ക്വസ്റ്റ്യൻസ് വരുവാണെങ്കിൽ 10 to 15 മാർക്കിനാണെങ്കിൽ നമ്മൾ 250 to 400 വേർഡ്സ് ഇൻക്ലൂഡ് ആയിരിക്കണം. അതുപോലെ തന്നെ ഫ്രീക്വൻസി മോഡറേറ്റ് ആണ്. ദെൻ ന്യൂമറിക്കൽ ഓർ ഡാറ്റാ ബേസ്ഡ് പ്രോബ്ലംസ് 10 to 20 മാർക്കിന്. അപ്പം നമ്മൾ സ്റ്റെപ്പ് വൈസ് കാൽക്കുലേഷനും പ്ലസ് ഒരു ഷോർട്ട് എക്സ്പ്ലനേഷനും കൊടുക്കണം. റെയർ ആയിട്ടാണ് അങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറ്. അതുകൊണ്ട് തന്നെ അതിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് റെയർ ആണ്. ഇനി നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ് ക്വസ്റ്റ്യന്റെ ഫോർമാറ്റ് എന്നുള്ളതാണ്. അതായത് നമുക്കൊരു 20 മാർക്കിന്റെ അനലറ്റിക്കൽ എസ് എ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം അതിന്റെ ഒരു ഹെഡിങ് കൊടുക്കണം, ഒരു ക്ലാരിറ്റി കൊടുക്കുക എന്താണ് നമ്മൾ എഴുതുന്നത് എന്നുള്ളത്. അതുപോലെ തന്നെ ഒരു ഹെഡിങ് കൊടുത്ത് അതിന്റെ ബോഡി പാർട്ടൊക്കെ എഴുതി അത് കൺക്ലൂഡ് ചെയ്യുന്ന രീതിയിൽ വേണം നമ്മൾ എഴുതാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഇപ്പം എന്തെങ്കിലും മാർക്കറ്റിംഗ് തിയറീസ് ഒക്കെയാണ് ചോദിക്കുന്നതെങ്കിൽ അതിന്റെ ഇന്റർപ്രിട്ടേഷനും കാര്യങ്ങളും എല്ലാം ക്ലിയർ ആയിട്ട് എഴുതാം. അതുപോലെ തന്നെ മെയിൻ ആയിട്ട് നമ്മൾ നോക്കേണ്ടത് മാർക്കറ്റിംഗിന്റെ ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത്, അതായത് ഈ സബ്ജക്റ്റിൽ ഏറ്റവും കൂടുതൽ നമ്മൾ എന്ത് ചെയ്യുക? എക്സാമ്പിൾസ് കോട്ട് ചെയ്യാൻ നോക്കുക. പ്രോഡക്റ്റ് പൊസിഷനിങ് ചോദിക്കുന്ന സമയത്ത്, ബ്രാൻഡിങ് ചോദിക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് ബ്രാൻഡിന്റെ പേരൊക്കെ ഒന്ന് ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക നമുക്ക് എഴുതാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഒരു എസ് എ ചോദിക്കുന്ന സമയത്ത് ഒരു 500 വേർഡ്സിലാണ് നമ്മൾ എഴുതേണ്ടത്. അതുപോലെ തന്നെ നമുക്ക് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ എസ് എ ടൈപ്പുള്ള അനലറ്റിക്കൽ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ നമ്മുടെ ഇവാലുവേറ്റേഴ്സ് നോക്കുന്നത് നമ്മുടെ ലോജിക്കൽ സ്കില്ല്, അതുപോലെ തന്നെ നമ്മുടെ കോഹറൻസ്, അതുപോലെ തന്നെ നമ്മുടെ കേസ് റിലവൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അവർ നോക്കുന്നത്. സെക്കൻഡ് എന്ന് പറയുന്നത് ഇനിയിപ്പോൾ ഷോർട്ട് നോട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും കൺസെപ്റ്റ് ഒരു 5 to 10 മാർക്കിനാണ് വരുന്നത് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? ആദ്യം കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക? ഒരു ഡെഫിനിഷൻ കൊടുക്കുക. ഇപ്പം എക്സാമ്പിൾ ഇപ്പം 4 P's അല്ലെങ്കിൽ പ്രോഡക്റ്റ് ഡിഫറൻസിയേഷൻ അല്ലെങ്കിൽ 4 A's ഇങ്ങനെയൊക്കെയാണ് ചോദിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യുക? നമ്മളൊരു നല്ല പാരഗ്രാഫ് ആയിട്ട് സ്ട്രക്ചർ ആയിട്ട് ആദ്യം എഴുതുക. ആദ്യം 4 P's എന്താണെന്നുള്ളത് എഴുതുക. അതിനുശേഷം എന്ത് ചെയ്യുക? ആ 4 P'സും ഒന്ന് ജസ്റ്റ് പ്രൈസ്, പ്രോഡക്റ്റ്, പ്ലേസ്, പ്രൊമോഷൻ എന്നുള്ളത് കൊടുക്കുക. ദെൻ ഓരോന്നും ചെറിയ ചെറിയ ഒരു പാരഗ്രാഫ് ആയിട്ട് ബ്രീഫ് ആയിട്ട് നമ്മൾ എഴുതാൻ നോക്കുക. അതുപോലെ തന്നെ ഡെഫിനിഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും കോട്ട് ചെയ്യുക. 5 to 10 മാർക്കിനാണ് വരുന്നതെങ്കിൽ നമ്മൾ ആ ഒരു രീതിയിൽ ഫോക്കസ് ചെയ്യാം. അതുപോലെ തന്നെ കേസ് സ്റ്റഡി ആൻഡ് അപ്ലിക്കേഷൻസ്, അതായത് ഒരു ബി പാർട്ടിൽ മേ ബി വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് കേസ് സ്റ്റഡി എന്ന് പറയുന്നത്. ഒരു 30 to 40 മാർക്കിനാണ് നമുക്കത് ചോദിക്കുന്നത്. അത് ചോദിക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം എന്ത് ചെയ്യുക? ആ കേസ് സ്റ്റഡി കിട്ടിക്കഴിഞ്ഞാൽ കേസ് സ്റ്റഡി ഒരു 1, 2, 3 തവണ നമ്മളൊന്ന് വായിക്കുക. വായിച്ചതിന് ശേഷം അതിൽ എന്താണ് കൺസെപ്റ്റ് പറയുന്നത്? ഇപ്പം മേ ബി ഞാൻ പറഞ്ഞു നേരത്തെ നമ്മൾ നോക്കിയതുപോലെ മാർക്കറ്റ് സെഗ്മെന്റേഷൻ ആവാം ചോദിക്കുന്നത്, അല്ലെങ്കിൽ പ്രോഡക്റ്റ് പ്രൊമോഷൻ ആവാൻ ചോദിക്കുന്നത്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ചോദിക്കുന്നുണ്ടാവുക. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക? നമ്മൾ എഴുതുന്ന സമയത്ത് ഒരു റിയൽ വേൾഡുമായിട്ട് കണക്ട് ചെയ്തിട്ട് എഴുതാം. അതുപോലെ തന്നെ അതിന്റെ പ്രോബ്ലം സോൾവിങ്, അതുപോലെ തന്നെ അതിന്റെ കൺസെപ്റ്റ്, അതുപോലെ തന്നെ നമ്മളുടെ ഇന്റർപ്രിട്ടേഷൻ എന്താണ് അതിനെ പറ്റിയിട്ടുള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? ഇൻക്ലൂഡ് ചെയ്യാം. അതുപോലെ തന്നെ കേസ് സ്റ്റഡി വരുന്ന സമയത്ത് നമുക്ക് അതിൽ തന്നെ അതായത് എ ക്വസ്റ്റ്യൻ, ബി ക്വസ്റ്റ്യൻ, സി ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അതായത് ഒരു മിനി എസ് എ എഴുതുന്ന രീതിയിൽ. അപ്പം A to C വരെയുള്ളത് നമ്മൾ എന്ത് ചെയ്യുക? കറക്റ്റ് ആയിട്ട് തന്നെ അത് റെസ്പോണ്ട് ചെയ്ത് എഴുതാൻ നോക്കുക. അപ്പൊ കേസ് സ്റ്റഡി കിട്ടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? അതൊരു 3, 4 തവണ വായിച്ചിട്ട് അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, അത് ഏത് കൺസെപ്റ്റാണ് നമ്മൾ പഠിച്ചതിൽ ഏത് കൺസെപ്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് നമ്മൾ നോക്കുക. അത് ഏതാണെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഈസി ആയിട്ട് നമുക്ക് അതായത് എഴുതി പോവാവുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ഇന്റർപ്രിട്ടേഷനും കാര്യങ്ങളും ഒക്കെ അതിൽ ആഡ് ചെയ്ത് പോകും. ഇനിയിപ്പം നമുക്ക് ഫോർത്ത് ടൈപ്പ് എന്ന് പറയുന്നത് ഒരു ഡിസ്റ്റിങ്ഷൻ അല്ലെങ്കിൽ ഒരു കമ്പാരിസൺ ക്വസ്റ്റ്യൻ ആണ് വരുന്നതെങ്കിൽ 10 to 15 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സെല്ലിംഗ് വേഴ്സസ് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഡിജിറ്റൽ വേഴ്സസ് ട്രഡീഷണൽ മാർക്കറ്റിംഗ്, ഇങ്ങനെയുള്ള അതായത് ഷോർട്ട് ആയിട്ടുള്ള ഒരു കമ്പാരിസൺ ആണ് വരുന്നത് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? പോയിന്റ് വൈസ് തന്നെ എഴുതാൻ നോക്കുക. നമ്മളൊരു ടേബിൾ വരച്ചിട്ട് കറക്റ്റ് ആയിട്ട് പോയിന്റ് വൈസിൽ എഴുതുക. ഒരു 10 to 15 മാർക്ക് ആവുന്ന സമയത്ത് ജസ്റ്റ് ചെറിയൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. അതിനുശേഷം അതിന്റെ ഡിസ്റ്റിങ്ഷൻ കാണിക്കുക. അതിനുശേഷം അത് കൺക്ലൂഡ് ചെയ്യുന്ന രീതിയിൽ വേണം നമ്മൾ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് 10 to 15 മാർക്കിന്. ഇനി നമ്മൾ നോക്കുന്നത് മാർക്കിന്റെ ഡിസ്ട്രിബ്യൂഷൻ ആണ്. അതായത് നമ്മളുടെ ഈ പാസ്റ്റ് 5 ഇയേഴ്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എങ്ങനെയാണ് മാർക്കുകൾ നമ്മുടെ ഓരോ ബ്ലോക്കിൽ നിന്നും എത്രമാത്രം ക്വസ്റ്റ്യൻസ് ലാസ്റ്റ് 5 ഇയേഴ്സിൽ ചോദിച്ചിട്ടുണ്ട് എന്നുള്ളതും അതിന്റെ പെർസെൻറ്റേജ് ഓഫ് ഷെയറുമാണ് നമ്മൾ നോക്കുന്നത്. അത് 100 ഓഫ് മാർക്കിലാണ് പെർസെൻറ്റേജ് ഓഫ് ഷെയർ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ബ്ലോക്ക് 1 ഫണ്ടമെന്റൽസ് ആൻഡ് എൻവയോൺമെന്റ് എന്നുള്ളതിൽ നിന്ന് 25 മാർക്കിന്റെ ആവറേജ് ക്വസ്റ്റ്യൻസ്, അതായത് ആവറേജ് മാർക്ക് 25 മാർക്ക് ചോദിച്ചിട്ടുണ്ട്. 25% ആണ് വരുന്നത്. ബ്ലോക്ക് 2 പ്രോഡക്റ്റ് ആൻഡ് പ്രൈസിംഗ് ഡിസിഷൻ, അതിന്റെ ആവറേജ് മാർക്ക് എന്ന് പറയുന്നത് 22 ആണ്. അതുപോലെ തന്നെ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 22% ആണ്. ഇനി ബ്ലോക്ക് 3 നിന്ന് പ്രൊമോഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ, ആവറേജ് മാർക്ക് 28 ആണ്. പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 28% ആണ്. ദെൻ ബ്ലോക്ക് 4 നിന്ന് സർവീസസ് ആൻഡ് എമർജിംഗ് ഇഷ്യൂസ്,
ആവറേജ് മാർക്ക് 25 ആണ്, പെർസെൻറ്റേജ് ഓഫ് ഷെയർ എന്ന് പറയുന്നത് 25% ആണ്. അങ്ങനെ ടോട്ടൽ 100 മാർക്കിൽ നിന്ന് 100% ഓഫ് ഷെയർസ് എന്നുള്ള രീതിയിലാണ് വന്നിട്ടുള്ളത്. അപ്പം ഓരോ ബ്ലോക്കിൽ നിന്നും വന്ന ആവറേജ് മാർക്കും അതിന്റെ പെർസെൻറ്റേജും ആണ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഇനി നമ്മൾ നോക്കുന്നത് അതിന്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതായത് ഡിസംബർ 2021 മുതൽ ജൂൺ 2025 വരെ ചോദിച്ചിട്ടുള്ള അതിന്റെ മാർക്കിന്റെ വെയിറ്റേജും കാര്യങ്ങളുമാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ നോക്കുന്നത് പാറ്റേൺ ഹൈലൈറ്റ് ആണ്. അതായത് നമ്മൾ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്ത് നോക്കേണ്ട ഏരിയാസ് ഏതൊക്കെയാണ് എന്നുള്ളതാണ്. അതായത് കേസ് ബേസ്ഡ് അനാലിസിസ് ഒരു 20% 2021 ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ 2025 ആകുമ്പോഴേക്കും എന്ത് ചെയ്തിട്ടുണ്ട്, അത് 40% ആയിട്ട് കൂടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഷോർട്ട് നോട്ട് ആയാലും നമുക്ക് 2023 ഏറ്റവും കുറവായിരുന്നു ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അതിന് പകരം ഇപ്പം റീപ്ലേസ് ചെയ്ത് വന്നിരിക്കുന്നത് കുറെ ഇന്റഗ്രേറ്റഡ് തിയറി ആൻഡ് ആപ്ലിക്കേഷൻ എസ്സേസ് ആണ് വന്നിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെ വരുന്ന സമയത്തും നമ്മൾ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻസ് 2 തവണയെങ്കിലും വായിക്കുക. കാരണം നമ്മൾ പഠിച്ച ടോപ്പിക്കിൽ തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, അത് ആ രീതിയിൽ ആപ്ലിക്കേഷൻ നടത്തണം. ഓക്കെ. പിന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആൻഡ് IMC എസ്സേസ്, അതായത് 2024-25 ഏറ്റവും കൂടുതൽ ഫ്രീക്വന്റ് ആയിട്ട് കാണുന്ന ഒരു ഇതാണത്. അതായത് നമുക്കൊരു എന്താ പറയണ്ടേ, ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാൻ പറ്റുന്ന ഒരു പാറ്റേൺ തന്നെയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗിനെ പറ്റി ചോദിക്കുന്നത്. അതായത് ഇപ്പോഴത്തെ ട്രെൻഡും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് വേണം നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആൻഡ് IMC എസ്സേ എഴുതുന്ന സമയത്ത് എഴുതാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്തേണ്ടത്. അതായത് നമുക്കിപ്പം 2 ദിവസം കഴിഞ്ഞാൽ എക്സാം ആയി, അല്ലെങ്കിൽ നാളെ എക്സാം ആണ്. അപ്പൊ ഇനി 3 hours ആണ് എക്സാം, 100 മാർക്കിന്റെ എക്സാം. നമ്മൾ എങ്ങനെ ടൈം മാനേജ് ചെയ്യുന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു അനലറ്റിക്കൽ എസ്സേ 20 മാർക്കിന്റെ ഒരു 20 മാർക്കിന്റെ എസ്സേ നമുക്ക് വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഒരു എസ്സേ എഴുതാൻ വേണ്ടിയിട്ട് ഒരു 35 മിനിറ്റ് മാത്രം എന്ത് ചെയ്യുക, അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യുക. അങ്ങനെ നമ്മൾ ടോട്ടൽ 105 മിനിറ്റ് ആണ് ടോട്ടൽ സ്പെൻഡ് ചെയ്യുന്നത്. ഇനി ഒരു കേസ് സ്റ്റഡി വരുവാണെങ്കിൽ 40 മാർക്കിന്റെ ഒരു കേസ് സ്റ്റഡി വരുവാണെങ്കിൽ ഒരു 65 മിനിറ്റ് എങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, കേസ് സ്റ്റഡിക്ക് വേണ്ടി മാറ്റിവെക്കണം. അതുപോലെ തന്നെ 10 മിനിറ്റ്, ഞാൻ പറഞ്ഞു കേസ് സ്റ്റഡി കിട്ടാൻ നമ്മൾ 2 പ്രാവശ്യമെങ്കിലും വായിക്കണം. അപ്പം ഒരു 10 മിനിറ്റ് എങ്കിലും നമ്മൾ റീഡ് ചെയ്യുന്ന രീതിയിലും ഒരു 55 മിനിറ്റ് അത് റിട്ടേൺ എഴുതുന്ന രീതിയിലും നമ്മൾ ഫോക്കസ് ചെയ്യുക. അങ്ങനെ ടോട്ടൽ 65 മിനിറ്റും നമ്മൾ കേസ് സ്റ്റഡിക്ക് വേണ്ടിയിട്ട് മാറ്റിവെക്കുക. അതുപോലെ തന്നെ ഇതിന് ഷോർട്ട് നോട്ട് അല്ലെങ്കിൽ കമ്പാരിസൺ അങ്ങനെ എന്തെങ്കിലും വരുവാണെങ്കിൽ ഒരു 10 മിനിറ്റ് മാത്രം എന്ത് ചെയ്യുക, നമ്മൾ മാറ്റിവെക്കാം. നമുക്ക് 10 മിനിറ്റ്, അതായത് ഷോർട്ട് നോട്ടോ കമ്പാരിസണോ വരുന്ന സമയത്ത് നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, ആ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. അതിനുശേഷം നമ്മൾ ഏത് പോയിന്റ്സ് ആണ് എഴുതേണ്ടത് എന്നുള്ളത് എന്ത് ചെയ്യുക, മനസ്സിൽ കൊണ്ടുവരിക. പോയിന്റ്സ് ഒക്കെ ബുള്ളറ്റിനാക്കിയിട്ട് തന്നെ നമ്മൾ നമ്മുടെ മനസ്സിൽ കൊണ്ടുവന്നതിന് ശേഷം ഒരു ഷോർട്ട് നോട്ടായിട്ട് ഒരു 10 മിനിറ്റ് കൊണ്ട് എഴുതുന്ന രീതിയിൽ വേണം ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ഇഗ്നോയിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണോ, അല്ലെങ്കിൽ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി അല്ലെങ്കിൽ PG നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ഇഗ്നോയിൽ നിന്ന് ഡിഗ്രി, PG, MBA ഒക്കെ നേടാം. 36ഓളം വരുന്ന പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ആൻഡ് ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള ഫുൾ സപ്പോർട്ടും ലേൺവൈസിൽ അവൈലബിൾ ആണ്. തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രിഹെൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ലേൺവൈസിൽ മുൻപ് പഠിച്ചവരുടെയും നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലേണേഴ്സിന്റെയും എക്സ്പീരിയൻസ് അറിയുന്നതിനായി എത്രയും പെട്ടെന്ന് തന്നെ ലേൺവൈസിന്റെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് അവിടെ കാണാനാകും. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കൊടുത്തിരുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക. ഇനി നമ്മൾ നോക്കുന്നത് ടോപ്പ് 10 റിക്കറിംഗ് ക്വസ്റ്റ്യൻസ് ആണ്. അതായത് നമ്മളുടെ ഓരോരോ ബ്ലോക്കിൽ നിന്നും, നമ്മൾ കണ്ട ഈ 4 ബ്ലോക്കിൽ നിന്നും, ആ യൂണിറ്റിൽ നിന്നും ആ ഇമ്പോർട്ടന്റ് ആയിട്ട് വന്നിട്ടുള്ള ടോപ്പിക് ഏതാന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് എന്ന് പറയുന്നത് ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ സെല്ലിംഗ് ആൻഡ് മാർക്കറ്റിംഗ് ആൻഡ് എക്സ്പ്ലെയിൻ ദ ഡോമിനന്റ് മാർക്കറ്റിംഗ് ഫിലോസഫേഴ്സ് ഇൻ ദ കറന്റ് കോണ്ടെക്സ്റ്റ്. അത് 6 of 10 പേപ്പേഴ്സിനാണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. അതായത് അപ്പിയറൻസ് എന്ന് പറയുന്നത് 6 times ആണ് ചോദിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ എക്സ്പ്ലെയിൻ ദ STP സ്ട്രാറ്റജി ആൻഡ് ഹൗ വുഡ് യു ഇവാലുവേറ്റ് ആൻഡ് സെലക്ട് അട്രാക്റ്റീവ് സെഗ്മെന്റ് ഫോർ എ ഗിവൻ പ്രോഡക്റ്റ് ഓർ സർവീസ്. അതും 5 times ആണ് അതിന്റെ അപ്പിയറൻസ് കൗണ്ട് എന്ന് പറയുന്നത്. ദെൻ തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിസ്ക്രൈബ് ദ കൺസ്യൂമർ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ് ആൻഡ് ഡു ഓൾ ബൈയിങ് ഡിസിഷൻ ഫോളോ ദീസ് സ്റ്റെപ്പ് ആൻഡ് ഇല്ലുസ്ട്രേറ്റ്. 4 times ആണ് അപ്പിയർ ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്താണ് കൺസ്യൂമർ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ് എന്ന് കൊടുക്കുക. അതുപോലെ തന്നെ അതിന്റെ ഡിസിഷൻ സ്റ്റെപ്സ് എഴുതുന്ന സമയത്ത് ഓരോന്നും ആദ്യം കോട്ട് ചെയ്ത് എഴുതുക. അതിനുശേഷം ഓരോന്നും ഇൻ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്തും എഴുതുക. Then fourth question, define product and discuss major ways of classifying product with suitable examples. അതായത് പ്രോഡക്റ്റിന്റെ ആ ഒരു 4th ക്വസ്റ്റ്യനിൽ നമ്മൾ എന്താണ് പ്രോഡക്റ്റ് എന്നുള്ളത് എഴുതുക. അതിനുശേഷം വേണമെങ്കിൽ നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് കോട്ട് ചെയ്യാം. അതിനുശേഷം ക്ലാസിഫിക്കേഷൻ വരച്ച് തന്നെ ചെയ്യുക. എന്നിട്ട് ഓരോന്ന് എന്ത് ചെയ്യുക, ഇൻ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതിയിൽ ഫോക്കസ് ചെയ്യുക. Then fifth question,
Explain the stages of the product life cycle and show how product life cycle can guide marketing or pricing decision. ഈ ഒരു പ്രോഡക്റ്റ് ലൈഫ് സൈക്കിളിന്റെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, സ്റ്റേജസ് ഓരോന്നും വരച്ച് തന്നെ കാണിക്കുക. ഓരോ സ്റ്റേജും അതിന്റെ ഡിക്ലൈൻ സ്റ്റേജ് വരെ, അതായത് ആദ്യം ഗ്രോത്ത് മുതൽ ഡിക്ലൈൻ സ്റ്റേജ് വരെയുള്ളത് വരച്ച് കാണിക്കാം. അതുപോലെ തന്നെ മാക്സിമം എക്സാമ്പിൾസും കോട്ട് ചെയ്യാൻ നോക്കുക. ദെൻ സിക്സ്ത് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിഫൈൻ ബ്രാൻഡ് ആൻഡ് ബ്രാൻഡ് നെയിം ആൻഡ് ഡിസ്കസ് ഹൗ പാക്കേജിംഗ് ആക്ട് ആസ് എ കസ്റ്റമർ പുൾ സ്ട്രാറ്റജി. അതും 3 ടൈമാണ് അപ്പിയർ ചെയ്തിരിക്കുന്നത്. ബ്രാൻഡ് എന്താണെന്നുള്ളത് ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു കുറച്ച് ബ്രാൻഡ് നെയിമും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി വെക്കാം. സെവൻത് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സ്റ്റേറ്റ് ദ മെയിൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് സെയിൽസ് പ്രൊമോഷൻ ആൻഡ് ഔട്ട്ലൈൻ ദ സ്റ്റെപ്സ് ഇൻ പ്ലാനിങ് എ സെയിൽസ് പ്രൊമോഷൻ പ്രോഗ്രാം. അപ്പൊ സെയിൽസ് പ്രൊമോഷൻ എന്തെന്ന് കൊടുക്കുക, അതിന്റെ മെയിൻ ഒബ്ജക്റ്റീവ് കോട്ട് ചെയ്യുക, അതിനുശേഷം അതിന്റെ സ്റ്റെപ്സ് കോട്ട് ചെയ്യുക, അതുപോലെ തന്നെ അത് എങ്ങനെയാണ് സ്റ്റെപ്സ് ഇൻ പ്ലാനിങ് എ സെയിൽസ് പ്രൊമോഷൻ പ്രോഗ്രാം എന്നുള്ളതും ഇൻ ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതാം. 3 ടൈംസ് ആണ് അപ്പിയർ ചെയ്തിരിക്കുന്നത്. ദെൻ ഡിഫറൻസ് ബിറ്റ്വീൻ മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇന്റഗ്രേറ്റഡ് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ. എക്സ്പ്ലെയിൻ ദ ടൂൾസ് ഓഫ് ഇന്റഗ്രേറ്റഡ് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ. ഇതും എന്താ നമുക്കൊരു ഡിഫറൻസസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ അതിന്റെ ടൂൾസ് എക്സ്പ്ലെയിൻ ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. The ninth question, what is digital marketing, and discuss the key digital strategies and their advantages compared to traditional approach. Appearance 5 times ആണ് ചോദിച്ചിട്ടുള്ളത്. Then 10th question എന്ന് പറയുന്നത് explain the concept and characteristics of services and highlight the role of people, physical evidence and process. അതും 4 times ആണ് നമുക്ക് ചോദിച്ചിട്ടുള്ളത്. ഇനി നമ്മൾ നോക്കുന്നത് ഇതിന്റെ ഫ്രീക്വൻസി ആണ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഓരോ ക്വസ്റ്റ്യൻസും ഓരോരോ ബ്ലോക്കിൽ നിന്നും എത്ര പ്രാവശ്യം അപ്പിയർ ചെയ്തിട്ടുണ്ട്, അതിന്റെ ആവറേജ് മാർക്ക് എത്രയാണെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് ബ്ലോക്ക് 1 തന്നെ സെല്ലിംഗ് വേഴ്സസ് മാർക്കറ്റിംഗ് ആൻഡ് ഫിലോസഫീസ് എന്ന് പറയുന്നത് 6 ടൈമാണ് അപ്പിയർ ചെയ്തിരിക്കുന്നത്. ആവറേജ് മാർക്ക് 15 ആണ്. ദെൻ STP, അതായത് സ്ട്രാറ്റജി സെഗ്മെന്റ് ഇവാലുവേഷൻ, ബ്ലോക്ക് 1 നിന്ന് തന്നെയാണ് 5 ടൈംസ് ആണ് അപ്പിയർ ചെയ്തിരിക്കുന്നത്. ആവറേജ് മാർക്ക് 15 ആണ്. അതുപോലെ തന്നെ കൺസ്യൂമർ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്, ബ്ലോക്ക് 1 നിന്ന് തന്നെയാണ് 4 ടൈംസ് ആണ് അപ്പിയർ ചെയ്തിരിക്കുന്നത് 15 മാർക്കിന്. ദെൻ പ്രോഡക്റ്റ് ഡെഫിനിഷൻ ആൻഡ് ക്ലാസിഫിക്കേഷൻ, ബ്ലോക്ക് 2 പ്രോഡക്റ്റ് ഓർ പ്രൈസിന് 4 ടൈംസ് ആണ് അപ്പിയർ ചെയ്തിരിക്കുന്നത്. ആവറേജ് മാർക്ക് 15. ദെൻ പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ അപ്ലിക്കേഷൻസ്, ബ്ലോക്ക് 2 പ്രോഡക്റ്റ് ഓർ പ്രൈസിൽ ആവറേജ് മാർക്ക് എന്ന് പറയുന്നത് ആവറേജ് മാർക്ക് 15 ആണ്. 4 ടൈമാണ് അപ്പിയർ ചെയ്തിരിക്കുന്നത്. ദെൻ ബ്രാൻഡ് നെയിം പാക്കേജിംഗ് ആസ് പുൾ സ്ട്രാറ്റജി, ബ്ലോക്ക് 2 പ്രോഡക്റ്റ് ഓർ സർവീസിന് 3 ടൈമാണ് അതിന്റെ അപ്പിയറൻസ് എന്ന് പറയുന്നത്. ആവറേജ് മാർക്ക് 15 ആണ്. ദെൻ സെയിൽസ് പ്രൊമോഷൻ ഒബ്ജക്റ്റീവ്സ് ആൻഡ് പ്ലാനിംഗ് സ്റ്റെപ്സ്, ബ്ലോക്ക് 3 പ്രൊമോഷൻ ആൻഡ് 3 ടൈംസ് ആണ് അപ്പിയർ ചെയ്തിരിക്കുന്നത്. 15 മാർക്കിൻ്റെതാണ്. ദെൻ മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ വേഴ്സസ് IMC ആൻഡ് ടൂൾസ്, ബ്ലോക്ക് 3 പ്രൊമോഷൻ ആൻഡ് 4 ടൈംസ് ആണ് അപ്പിയർ ചെയ്തിരിക്കുന്നത്. 15 ആണ് ആവറേജ് മാർക്ക് വരുന്നത്. ദെൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോൺസെപ്റ്റ് ആൻഡ് സ്ട്രാറ്റജീസ് അഡ്വാൻറ്റേജസ്, ബ്ലോക്ക് 4 എമർജിംഗ് ഇഷ്യൂസ് നിന്ന് 5 ടൈംസ് ആണ് അപ്പിയർ ചെയ്തിരിക്കുന്നത്. ആവറേജ് മാർക്ക് 15 ആണ്. ദെൻ സർവീസസ് കോൺസെപ്റ്റ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് സർവീസ് മിക്സ് എലമെന്റ്സ് ആൻഡ് ബ്ലോക്ക് 4 എമർജിംഗ് ഇഷ്യൂസ് എന്നാണ് 4 ടൈമാണ് അപ്പിയർ ചെയ്തിരിക്കുന്നത്. അതിന്റെ ആവറേജ് മാർക്കും 15 ആണ് വരുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് നമ്മൾ എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അതായത് നമ്മുടെ എക്സാം ഇപ്പം അടുത്തും നാളെയോ നമുക്ക്, അതായത് 2 ദിവസത്തിനുള്ളിൽ നമുക്ക് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തിരിക്കുന്നവരാണ് നമ്മൾ. അപ്പം നമ്മൾ ഇനി ഈ ടൈം എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പം നമുക്കൊരു നമ്മൾ ആദ്യം ഒരു ടോപ്പ് 10 ക്വസ്റ്റ്യൻസ് നമ്മൾ ആദ്യം എടുക്കാം. എടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ മനസ്സിൽ ഓരോ പോയിന്റും ഒരു 5 മിനിറ്റ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ഓരോ പോയിന്റ്സ് ബുള്ളറ്റിനായിട്ട് ഇട്ട് പഠിക്കുക. എന്നിട്ടൊരു 12 to 15 മിനിറ്റ് നമ്മൾ അത് എഴുതുന്ന രീതിയിൽ ഫോക്കസ് ചെയ്യുക. അതിന്റെ ഡെഫിനിഷൻസ്, എക്സ്പ്ലനേഷൻസ്, ഡയഗ്രാംസ്, അതുപോലെ തന്നെ എക്സാമ്പിൾസ്, ഇതൊക്കെ നമ്മൾ ഒരു 12 to 15 മിനിറ്റ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഹെഡിങ് എഴുതിയിട്ട് അതിന്റെ കൺസെപ്റ്റ് മനസ്സിലാക്കി വെക്കുക. ആ ഒരു രീതിയിൽ പ്രാക്ടീസ് ചെയ്യും. അതുപോലെ തന്നെ ഓരോ പോയിന്റും നമ്മളൊന്ന് എഴുതി നോക്കുക. നമുക്ക് അങ്ങനെയാണെങ്കിൽ എക്സാം ഹാളിൽ കയറി കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്കത് ഓർമ്മ വരും. അപ്പൊ നമ്മൾ ഡെഫിനിഷൻസ്, അതിന്റെ എക്സ്പ്ലനേഷൻസ്, എന്തെങ്കിലും ഡയഗ്രാംസ് ഒക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വരച്ച് പഠിക്കുക. ഒരു 12 to 15 മിനിറ്റ് എന്ത് ചെയ്യുക, അങ്ങനെ അങ്ങ് മാറ്റി വെക്കുക. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഓരോ ബ്ലോക്കിലെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് റിവൈസ് ചെയ്തുകൊണ്ടേയിരിക്കുക. അതുപോലെ തന്നെ നമ്മൾ എക്സാമിന് എത്തുന്നതിന് നമ്മുടെ എക്സാം ഹാൾ കയറുന്നതിന് മുമ്പ് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ചിന്തിച്ച ആ പോയിന്റ്സ് ഒക്കെ എന്ത് ചെയ്യുക, ഒന്നും കൂടി ഒന്ന് റിവൈൻഡ് ചെയ്യുക. ആ സമയത്ത് എന്ത് ചെയ്യും, നമുക്ക് ആ എക്സാം ടൈമിൽ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരും. അപ്പം നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ ഒരു ബുക്കിലോ ഏതെങ്കിലും റഫ് പേപ്പറിലോ നമ്മളൊന്ന് എഴുതി പഠിക്കുക. അങ്ങനെ എഴുതി പഠിക്കുന്ന സമയത്ത് നമുക്ക് എക്സാം ഹാളിൽ എത്തിക്കഴിഞ്ഞാൽ പെട്ടെന്ന് കാര്യങ്ങൾ ഓർമ്മ വരും. അതിന്റെ ഒരു വിഷ്വലൈസേഷൻ പൈ ചാർട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ആ ഒരു റിക്കറിംഗ് ക്വസ്റ്റ്യൻസിന്റെ ഒരു പൈ ചാർട്ട് പ്രോഗ്രാമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി
നമ്മൾ നോക്കുന്നത് ടോപ്പിക്കിന്റെ പ്രോബബിലിറ്റി, അതായത് മോസ്റ്റ്ലി ഇനി ഡിസംബർ ടി എക്സാമിന് വരാൻ ചാൻസ് ഉള്ള ടോപ്പിക്കിന്റെ ഒരു പ്രോബബിലിറ്റി ആൻഡ് പ്രെഡിക്ഷൻ അനാലിസിസ് ആണ്. അതിൽ ഫസ്റ്റ് ബ്ലോക്ക് 1-ൽ നിന്ന് മാർക്കറ്റ് കൺസെപ്റ്റ് ആൻഡ് ഫിലോസഫീസ് 90% ആണ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. ഹൈ കാറ്റഗറിയാണ്. അതുപോലെ തന്നെ അത് അപ്പിയർഡ് ഇൻ 9 ഓഫ് ലാസ്റ്റ് 10 പേപ്പേഴ്സ് ആൻഡ് കോർ കൺസെപ്ച്വൽ ബേസിൽ. Then segmentation, targeting and positioning STP 80% ആണ് പ്രോബബിലിറ്റി. കാറ്റഗറി ഹൈ ആണ്. That will be asked in 8 sessions as direct or case based questions. ഞാൻ നേരത്തെ പറഞ്ഞു, ഒന്നുകിൽ ഡയറക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ കേസ് സ്റ്റഡി പോലെയുള്ളതിൽ അപ്ലിക്കബിൾ ചെയ്തിട്ട് നമുക്ക് ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ് സെഗ്മെന്റേഷൻ, ടാർഗറ്റിംഗ് ആൻഡ് പൊസിഷനിങ് എന്ന് പറയുന്നത്. Then consumer decision process and factors 70% ആണ് പ്രോബബിലിറ്റി. കാറ്റഗറി ഹൈ ആണ്. ആൻഡ് സി ഇൻ 7 പേപ്പേഴ്സ് ഫ്രീക്വന്റ് അപ്ലിക്കേഷൻ ബേസ്ഡ് ഓർ കേസ് പാർട്ടിലാണ് ചോദിച്ചിട്ടുള്ളത്. ദെൻ ബ്ലോക്ക് 2-ല് പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ ആൻഡ് ന്യൂ പ്രോഡക്റ്റ് ഡെവലപ്മെന്റ് 65% ആണ്. മീഡിയം ആണ് വരുന്നത്. അത് റിപ്പീറ്റഡ് ഇൻ 6 പേപ്പേഴ്സ് വിത്ത് പ്രൈസിംഗ് ഇന്റഗ്രേഷൻ. ദെൻ ബ്ലോക്ക് 2-ൽ തന്നെ ബ്രാൻഡിംഗ് ആൻഡ് പാക്കേജിംഗ് സ്ട്രാറ്റജി 60% ആണ് പ്രോബബിലിറ്റി. മീഡിയം ആണ് വരുന്നത്. ഫീച്ചേർഡ് റെഗുലർലി ഇൻ കമ്പൽസറി സെക്ഷൻസ്. ദെൻ ബ്ലോക്ക് 2-ല് ലാസ്റ്റ് പ്രൈസിംഗ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് മെത്തേഡ്സ് 55% ആണ് പ്രോബബിലിറ്റി. മീഡിയം ആണ് കാറ്റഗറി. 5 അപ്പിയറൻസ് ലിങ്ക് ടു പ്രോഡക്റ്റ് പോളിസി ക്വസ്റ്റ്യൻസ്. Then block 3-ലെ integrated marketing communication versus marketing communication 75% is probability. High category ആണ്. 7 appearance across 2022 to 2024 trend growth. Then sales promotion objectives and step 60% ആണ് probability. Medium ആണ് and co-part of promotion mix and 5 out of 10 sessionsലാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ 4th ബ്ലോക്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആൻഡ് സ്ട്രാറ്റജീസിൽ 85% ആണ് പ്രോബബിലിറ്റി വരുന്നത്. ദെൻ ഹൈ കാറ്റഗറി ആണ്. അതുപോലെ തന്നെ ഫീച്ചേർഡ് കൺസിസ്റ്റന്റ്ലി സിൻസ് 2022 വിത്ത് ഗ്രോയിങ് മാർക്ക് ഷെയർ. സർവീസ് മാർക്കറ്റിംഗ് ആൻഡ് 7 P's എക്സ്റ്റൻഷൻ ബ്ലോക്ക് 4-ൽ തന്നെ 65% ആണ്. മീഡിയം ആണ് വരുന്നത്. കോമൺ ആസ് പീപ്പിൾ, പ്രോസസ് ആൻഡ് ഫിസിക്കൽ എവിഡൻസ് കേസ്. ദെൻ ലാസ്റ്റ് ബ്ലോക്ക് 4-ൽ എമർജിംഗ് ഇഷ്യൂസ്, അതായത് റൂറൽ, ഗ്രീൻ ഓർ CRM 45% ആണ് പ്രോബബിലിറ്റി. ലോ കാറ്റഗറിയിലാണ് വരുന്നത്. അതുപോലെ തന്നെ അപ്പിയേഴ്സ് ഇൻ ഓൾട്ടർനേറ്റീവ് സെഷൻ ഓഫൺ ഷോർട്ട് നോട്ട് ഫോമിലാണ് ചോദിച്ചിട്ടുള്ളത്. ഇത് നമ്മൾ പറഞ്ഞു ഹൈ, മീഡിയം, ലോ എന്നുള്ളത്. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 70% ആണെങ്കിൽ ഹൈ. ദെൻ മീഡിയം എന്ന് പറയുമ്പോൾ 40 to 69% ആണ് വരുന്നത്. അതുപോലെ തന്നെ ലോ എന്ന് പറയുന്നത് ലെസ് ദാൻ 40% ആണെങ്കിൽ അത് ലോ കാറ്റഗറിയിലുമാണ് വരുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുത്ത് ഇനി നമ്മൾ പഠിക്കേണ്ട ടോപ്പിക് ഏതാണെന്നുള്ളതാണ്. നമ്മളിപ്പോൾ പഠിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങളിൽ തന്നെ ഒന്നും കൂടെ നമ്മൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത് ഏതാണെന്നുള്ളതാണ്. അതായത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 70% പ്രയോറിറ്റി വരുന്നത് ടയർ 1-ൽ വരുന്നത് മാർക്കറ്റിംഗ് ഫിലോസഫീസ് ആൻഡ് കൺസെപ്റ്റ്, അതുപോലെ തന്നെ STP ഫ്രെയിംവർക്ക് ആൻഡ് കൺസ്യൂമർ ഡിസിഷൻ പ്രോസസ് ആൻഡ് ഇന്റഗ്രേറ്റഡ് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ, ദെൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി. ഇത് നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ ഒന്ന് പഠിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, ഇത്രയും കാര്യങ്ങൾ നമ്മളെ തന്നെ പറഞ്ഞു പഠിപ്പിക്കുക. കൺസ്യൂമർ ഡിസിഷൻ പ്രോസസ്സും STP ഫ്രെയിംവർക്കും അതുപോലെ തന്നെ ഇന്റഗ്രേറ്റഡ് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷനും ഇതൊക്കെ എന്ത് ചെയ്യുക, നമ്മളെ തന്നെ എന്ത് ചെയ്യുക, പറഞ്ഞ് പഠിപ്പിക്കുക. അങ്ങനെ പറഞ്ഞു പഠിപ്പിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് തന്നെ ഇത് എഴുതാൻ പറ്റും. ഒരു 20 മിനിറ്റ്, അതായത് ഇത് നമുക്കൊരു മോക്ക് ടെസ്റ്റ് പോലെ ഇങ്ങനെ നമ്മൾ 2 ക്വസ്റ്റ്യൻസ് ഇരുന്നെടുത്ത് ആൻസർ ചെയ്യുന്ന രീതിയിലും പ്രാക്ടീസ് ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും, പെട്ടെന്ന് പഠിക്കാൻ പറ്റും. അപ്പൊ നമ്മളോട് തന്നെ പറഞ്ഞ് പഠിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റും. അപ്പോൾ ഹൈ പ്രോബബിലിറ്റി ഉള്ള ടോപ്പിക്സ് ആണിത്. അപ്പൊ നോക്കുന്ന സമയത്ത് അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് തന്നെ നമ്മൾ ഇത് നോക്കാം. ഇനി മീഡിയം പ്രോബബിലിറ്റി ഒരു 40 to 69% പ്രോബബിലിറ്റി വരുന്നതാണ് പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ ആൻഡ് ന്യൂ പ്രോഡക്റ്റ് ഡെവലപ്മെന്റ്. അതുപോലെ തന്നെ സെക്കൻഡ് ബ്രാൻഡിംഗ് ആൻഡ് പാക്കേജിംഗ് ഡിസിഷൻ, തേർഡ് വൺ പ്രൈസിംഗ് മെത്തേഡ്സ് ആൻഡ് ഒബ്ജക്റ്റീവ്സ്, ആൻഡ് ഫോർത്ത് വൺ സെയിൽസ് പ്രൊമോഷൻ ആൻഡ് സ്റ്റെപ്സ്, ആൻഡ് അറ്റ് ലാസ്റ്റ് സർവീസ് മാർക്കറ്റിംഗ് ആൻഡ് 7 P's. ഇങ്ങനെയുള്ളതൊക്കെ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, ഒരു മീഡിയം പ്രോബബിലിറ്റി ആണ്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും വരുന്ന സമയത്ത് നമ്മൾ ആദ്യം ഡെഫിനിഷൻസ്, അതിന്റെ ഡയഗ്രാം, അതുപോലെ തന്നെ അതിന്റെ അപ്ലിക്കേഷൻസ്, അതുപോലെ തന്നെ എക്സാമ്പിൾസ്, ഇങ്ങനെയുള്ളതൊക്കെ കോട്ട് ചെയ്തിട്ട് വേണം നമ്മൾ എഴുതാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഇപ്പം പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിളൊക്കെ വരുന്ന സമയത്ത് വരച്ച് തന്നെ ചെയ്യാൻ നോക്കുക. ഇതൊരു മീഡിയം പ്രോബബിലിറ്റി 40 to 69% വരുന്ന ടയർ 2 കാറ്റഗറിയിലാണ് വരുന്നത്. ഇനി ടയർ 3 ലോ പ്രോബബിലിറ്റിയിൽ വരുന്നതാണ്, അതായത് ലെസ് ദാൻ 40% ആണ്. അതിൽ ഫസ്റ്റ് വൺ റൂറൽ മാർക്കറ്റിംഗ് ചാലഞ്ചസ്, ദെൻ സെക്കൻഡ് വൺ ഗ്രീൻ മാർക്കറ്റിംഗ് മിക്സ്, ആൻഡ് ദ ലാസ്റ്റ് വൺ CRM ആൻഡ് റിലേഷൻഷിപ്പ് മാർക്കറ്റിംഗ്. ഇതെന്ന് പറയുന്നതും നമ്മളൊരു ലെസ് ദാൻ 1 പേജെങ്കിലും നമ്മൾ എഴുതിയാൽ മതി ഷോർട്ട് നോട്ട് ആയിട്ട്. അതിന് നമ്മൾ ഡെഫിനിഷൻസ് ഉണ്ടെങ്കിൽ ഡെഫിനിഷൻസ് കോട്ട് ചെയ്യാം, എക്സാമ്പിൾസും കോട്ട് ചെയ്തിട്ട് വേണം എഴുതാൻ വേണ്ടിയിട്ട്.
ഇനി നമ്മൾ നോക്കുന്നത്, ഞാൻ പറഞ്ഞു ഇതിന്റെ ലാസ്റ്റ് നമ്മളൊരു പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട് എന്നുള്ളത്. ഇതിന്റെ ആൻസേഴ്സ് നമ്മുടെ ലേൺ വൈസിന്റെ ലേണേഴ്സിന് നമ്മുടെ ലേൺ വൈസിന്റെ ആപ്പിൽ തന്നെ അവൈലബിൾ ആയിരിക്കും. അപ്പം നിങ്ങൾ നോക്കുന്ന സമയത്ത് ജസ്റ്റ് എന്ത് ചെയ്യുക, ഇതും കൂടി ഗോ ത്രൂ ചെയ്യാം. അപ്പം നമുക്ക് 3 hours ആണ് എക്സാം വരുന്നത്. അതായത് മാക്സിമം മാർക്ക് 100ലാണ്, 70% ആണ് വെയിറ്റേജ് വരുന്നത്. ഇതിൽ പറഞ്ഞിട്ടുണ്ട് നമുക്ക് അറ്റംപ്റ്റ് ഇനി 3 ക്വസ്റ്റ്യൻസ് ആണ് പറഞ്ഞിരിക്കുന്നത് സെക്ഷൻ എ എന്ന്. ആൻഡ് സെക്ഷൻ ബി എന്ന് പറയുന്നത് കമ്പൽസറി ആണ്. അതുപോലെ തന്നെ ഓൾ ക്വസ്റ്റ്യൻസ് ക്യാരി ഈക്വൽ മാർക്സ്. ഫസ്റ്റ് സെക്ഷൻ എയില് ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ എ പാർട്ടും ബി പാർട്ടും ഉണ്ട്. എ പാർട്ട് എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ദ കൺസെപ്റ്റ് ഓഫ് മാർക്കറ്റിംഗ് ആൻഡ് ഡിസ്റ്റിംഗ്വിഷ് ഇറ്റ്സ് ഫ്രം സെല്ലിംഗ് ആൻഡ് ഡിസ്കസ് ഹൗ കണ്ടംപററി മാർക്കറ്റിംഗ് ഫിലോസഫീസ് ഗൈഡ് ഓർഗനൈസേഷൻസ് ഓപ്പറേറ്റിംഗ് ഇൻ കോമ്പറ്റീറ്റീവ് മാർക്കറ്റ്. ബി പാർട്ട് വന്നിരിക്കുന്നത് എ കൺസ്യൂമർ ഗുഡ്സ് കമ്പനി വാണ്ട്സ് ടു അഡോപ്റ്റ് എ ഹോളിസ്റ്റിക് മാർക്കറ്റിംഗ് ഓറിയന്റേഷൻ, describes the key components of such an approach and show how they interact to create superior customer value. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കുവാണെങ്കിൽ എ പാർട്ട് വന്നിരിക്കുന്നത് ഡിഫൈൻ സിഗ്മെന്റേഷൻ, ടാർഗറ്റിംഗ് ആൻഡ് പൊസിഷനിങ് ഫോർ എ ന്യൂ മിഡ് റേഞ്ച് സ്മാർട്ട് ഫോൺ ബ്രാൻഡ്, ഔട്ട്ലൈൻ ദ ലോജിക്കൽ സീക്വൻസ് എ മാർക്കറ്റർ ഷുഡ് ഫോളോ ടു ചൂസ് അട്രാക്റ്റീവ് സെഗ്മെന്റ്സ് ആൻഡ് ഡെവലപ്പ് എ സ്യൂട്ടബിൾ പൊസിഷൻ. ബി പാർട്ട് വന്നിരിക്കുന്നത് ഡിസ്ക്രൈബ് ദ മേജർ സ്റ്റേജസ് ഇൻ ദ കൺസ്യൂമർ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ് and analyze whether all buying situations follow each stage with equal intensity and illustrating your answers with appropriate examples. Then third question vannittu a part define a product and discuss different bases for classifying product and illustrate how such classification help marketers in designing market strategies. Then B part vannittu explain the stages of the product life cycle for an electric two-wheeler brand facing intense competition and suggest strategies at each stage to manage pricing and delay decline. അപ്പൊ ഇത് നമ്മൾ വരച്ച് തന്നെ ചെയ്യാം. എന്നിട്ട് ആ എക്സാമ്പിൾസ് അവർ പറയുന്ന ഇലക്ട്രിക് സ്കൂട്ടറിന്റെ ആ 2-വീലറിന്റെ എന്താണ് കോമ്പറ്റീഷൻ എന്നുള്ളത് അത് നമ്മളിപ്പം ഏതെങ്കിലും ഒരു കമ്പനി, ഒന്നിക്കൽ എയ്തറോ അല്ലെങ്കിൽ ഇപ്പം നമുക്കറിയാം ഇലക്ട്രിക്കൽ സ്കൂട്ടർ ഏറ്റവും കൂടുതൽ വന്നിട്ടുണ്ട്, TVSൻ്റെതോ അങ്ങനെ എന്തെങ്കിലും എടുക്കുക. എന്നിട്ട് മാർക്കറ്റിൽ നിന്ന് ഇപ്പൊ പോയിട്ടുള്ള ഒരു ബ്രാൻഡ് എടുക്കുക. ആദ്യം ഒരു റൂട്ടിന്റെ ഇലക്ട്രിക്കൽ സ്കൂട്ടർ ഉണ്ട്. അപ്പൊ അത് ഇതുപോലെ തന്നെ ഫസ്റ്റ് സ്റ്റേജിൽ ഭയങ്കരമായിട്ട് വന്നതായിരുന്നു. ഇപ്പൊ ഡിക്ലൈൻ സ്റ്റേജ് ആകുമ്പോൾ അത് പോയിട്ടാണുള്ളത്. അപ്പൊ അതൊക്കെ എക്സാമ്പിൾസ് കോട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുക, പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ എഴുതുന്ന സമയത്ത് നമ്മൾ എഴുതി വെക്കാം. ഫോർത്ത് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇന്റഗ്രേറ്റഡ് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഫോർ എ ന്യൂ പാക്കേജ് ഫുഡ് ബ്രാൻഡ് ആൻഡ് എക്സ്പ്ലെയിൻ ഹൗ ദ എലമെന്റ്സ് ഓഫ് ആൻ ഇന്റഗ്രേറ്റഡ് പ്രൊമോഷൻ പ്ലാൻ ക്യാൻ വർക്ക് ടുഗെദർ ടു ബിൽഡ് ഡിമാൻഡ്. അതിന്റെ ബി പാർട്ട് വന്നിരിക്കുന്നത് വാട്ട് ഈസ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആൻഡ് ഡിസ്കസ് ദ മേജർ ഡിജിറ്റൽ ടൂൾസ് അവൈലബിൾ ടു മാർക്കറ്റേഴ്സ് ആൻഡ് അനലൈസ് ഹൗ പുൾ ആൻഡ് പുഷ് അപ്രോച്ചസ് ക്യാൻ ബി കമ്പൈൻഡ് ടു സ്ട്രെങ്തൻ കൺസ്യൂമർ എൻഗേജ്മെന്റ്. ഇനി ലാസ്റ്റ് പാർട്ട് സെക്ഷൻ ബി ആണ്. സെക്ഷൻ ബി കമ്പൽസറി ആണ്. ഒരു കേസ് സ്റ്റഡി ആണ് വന്നിരിക്കുന്നത്. ഹെൽത്തി അവേഴ്സ് ഫുഡ്സ് ഈസ് ഇൻട്രൊഡ്യൂസിംഗ് എ റേഞ്ച് ഓഫ് മില്ലറ്റ് ബേസ്ഡ് റെഡി ടു ഈറ്റ് സ്നാക്സ് under the brand name Grain Joy, and the product will be sold through a modern retail stores in metro cities and local kirana shops in small towns and an online direct to consumer portal. And the company wants to position Grain Joy as a convenient yet nutritious alternative to conventional fried snacks, and it is considering recyclable packaging and moderate pricing and a strong presence on social media platforms. Management also plans to build long-term relationship with urban professionals and health conscious families. അപ്പം ഈ ഒരു കേസ് സ്റ്റഡി വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഫുഡ് ബേസ്ഡ് ആണ്. അപ്പം ഇത് എന്ത് ചെയ്യുക, നമുക്ക് നല്ലപോലെ നിങ്ങൾ ഒരു 1, 2, 3 തവണ മനസ്സിലാക്കിയിട്ട് ഇതിന്റെ കൺസെപ്റ്റ് ആദ്യം മനസ്സിലാക്കാം. എന്നിട്ട് ഇതിന് ഞാൻ പറഞ്ഞു ABC എന്ന് പറയുന്ന പാർട്ട് ഉണ്ടാവും. ആ ക്വസ്റ്റ്യൻസും നമ്മൾ ആൻസർ ചെയ്യണം. ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ട് propose an appropriate marketing mix for Grain Joy, giving special attention to product, price, place and promotion decision line with the desired positioning. അപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് കേസ് സ്റ്റഡി വരുന്ന സമയത്ത് നമ്മൾ പഠിച്ച കാര്യങ്ങളിൽ നിന്ന് തന്നെയാണ് കേസ് സ്റ്റഡി വരുന്നത്. നമ്മൾ അതിന്റെ കൺസെപ്റ്റ് മനസ്സിലാക്കുന്നത് പോലെ നമ്മുടെ ലോജിക്കൽ റീസണിങ് വെച്ച് വേണം നമ്മൾ കേസ് സ്റ്റഡീസ് ഒക്കെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ബി പാർട്ട് വരുന്നത് design an integrated marketing communication plan for the first year of launch and clearly indicating the role of advertising, sales promotion, personal selling and digital media. C part vannittu suggest suitable relationship building a customer retention initiative that Healthy Harvest Food can adopt to convert first time buyers of Grain Joy into loyal advocates. അപ്പം
നമ്മളൊരു കേസ് സ്റ്റഡി എഴുതുമ്പോൾ ഞാൻ പറഞ്ഞു ഫസ്റ്റ് തന്നെ അത് വായിച്ചിട്ട് കൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ എഴുതാൻ. നമ്മളോട് ചോദിക്കുന്നത് നമ്മൾ പഠിച്ചിരിക്കുന്ന ടോപ്പിക്കിൽ നിന്ന് മാത്രമേ ചോദിക്കത്തുള്ളൂ, വേറെ ഒന്നിൽ നിന്നും നമുക്ക് കേസ് സ്റ്റഡി വരില്ല. നമ്മളുടെ ലോജിക്കൽ റീസണിങ് വെച്ച് വേണം നമ്മൾ കേസ് സ്റ്റഡി എഴുതാൻ വേണ്ടിയിട്ട്. അപ്പം ഓരോ ക്വസ്റ്റ്യൻസും നിങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് എഴുതാൻ നിൽക്കരുത്. അതായത് ജനറൽ ആണെന്ന് കരുതി അങ്ങ് എഴുതരുത്. മാർക്കറ്റിംഗിന്റെ ഒരു പ്രത്യേകത അനുസരിച്ച് നമുക്ക് ആ ഒരു പേപ്പറിൽ നമുക്ക് ചോദിക്കുന്നത് നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്, പക്ഷെ നമ്മൾ അതെങ്ങനെ റിലേറ്റ് ചെയ്യുന്നു എന്നതിലാണ് നമ്മളുടെ സ്കിൽ ഇരിക്കുന്നത്. അപ്പൊ നമ്മൾ ആ ഒരു ബേസിൽ വേണം എഴുതാൻ വേണ്ടിയിട്ട്. അപ്പൊ ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ കാമായിട്ടിരുന്ന് വായിക്കാം. ഇതുപോലെ തന്നെ ആവണമെന്നില്ല, ഇതിലും എളുപ്പമാവാം ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം 1-2 തവണ വായിക്കുക. വായിച്ചതിന് ശേഷം ഒരു ഔട്ട്ലൈൻ ഉണ്ടാക്കുക. ഔട്ട്ലൈൻ ഉണ്ടാക്കിയതിന് ശേഷം ഓരോന്നും ഹെഡിങ് വൈസ് എഴുതാം. എഴുതുന്ന സമയത്ത് എല്ലാം അണ്ടർലൈൻ ചെയ്ത് എഴുതാം. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ക്ലാസിഫിക്കേഷൻ ഓഫ് പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ ഇതൊക്കെ വരുന്ന സമയത്ത് വരച്ച് തന്നെ ചെയ്യാം. അതുപോലെ തന്നെ ഓരോന്നിൻ്റെയും പ്രോഡക്റ്റിൻ്റെത്, ബ്രാൻഡിങ്, പാക്കേജിങ്, അതുപോലെ തന്നെ ഞാൻ ഈ നേരത്തെ പറഞ്ഞ പ്രോഡക്റ്റ് ലൈഫ് സൈക്കിളിൻ്റെത്, സെയിൽസ് പ്രൊമോഷൻ, അതുപോലെ തന്നെ പ്രൊമോഷണൽ ടെക്നിക്സ് എന്തൊക്കെയാണെന്നുള്ളത്, ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ പറ്റിയിട്ട്, ഇതിനൊക്കെ പറ്റിയിട്ടുള്ള ഓരോ എക്സാമ്പിൾസ് നമ്മൾ നമ്മുടെ മൈൻഡിൽ കോട്ട് ചെയ്തിട്ട് വേണം നമ്മൾ എക്സാമിന് പോകാൻ വേണ്ടിയിട്ട്. എന്നിട്ട് എന്ത് ചെയ്യണം, അത് അതുപോലെ എഴുതുകയും വേണം. അപ്പൊ എക്സാമ്പിൾസ് കൂടുതൽ കോട്ട് ചെയ്യാൻ നോക്കുക. അപ്പം നല്ല രീതിയിൽ എല്ലാവരും എക്സാം എഴുതാം. ഒന്നും ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല, കാരണം നിങ്ങൾ പഠിച്ചതിൽ കൂടുതൽ ഒന്നും വരാൻ പോകുന്നില്ല. അപ്പം എല്ലാവരും കോൺഫിഡന്റ് ആയിട്ട് പോയിരുന്ന എക്സാം എഴുതാം. എനിവേ, ഓൾ ദ ബെസ്റ്റ് ആൻഡ് താങ്ക് യു. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക.